രാഹുൽ, ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്നത് നമ്മുടെ മമ്മൂക്കയെ തന്നെയാണ്. അയ്യോ അത് നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു ആനീസ് കിച്ചൺ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ ആനിയുടെ ഒരു വർത്തമാനമാണ്. ആ ഒരു വർത്തമാനത്തെ ഒന്ന് പരിപൂർണമായിട്ട് കേട്ടിട്ട് നമുക്ക് സംസാരത്തിലേക്കും ഈ റിയാക്ഷൻ വീഡിയോയിലേക്ക് കാണാം. ചിലപ്പോൾ ഈ ഒരു വീഡിയോ ഒരു അല്പം വലുതാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വിഷയം അങ്ങനത്തേതാണ്. മമ്മൂക്കയെ കുറിച്ച് മാത്രമാണ് കേട്ടോ. താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് പറഞ്ഞുകൊള്ളുന്നു. നമുക്ക് അത് വീഡിയോ ഒന്ന് കാണാം. ഞാൻ ഇപ്പോഴും സമ്മതിക്കുന്നത് നമ്മുടെ മമ്മൂക്കയെ തന്നെയാണ്. അയ്യോ അത് നമ്മൾ കണ്ട് പഠിക്കേണ്ട ഒരു മനുഷ്യൻ. ഇപ്പത്തെ ജനറേഷനിലെ പിള്ളേർ പോലും അദ്ദേഹത്തെ അനുകരിക്കാന്ന് എനിക്ക് അത് നമ്മൾ പഠിക്കേണ്ടത് കേട്ടോ. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ആണോ പുള്ളി അന്നായപ്പോ അന്നത്തെ അപ്ഡേറ്റഡ് ആണ്. ഇന്നും പുള്ളി അപ്ഡേറ്റഡ് ആണ്. അന്നത്തെ പിന്നെ ഇന്ന് ഇപ്പൊ ഈ നിമിഷം നമ്മൾ ആലോചിക്കുവാണെങ്കിൽ ഇന്നത്തെ ഏറ്റവും അപ്ഡേറ്റഡ് പേഴ്സൺ ആണ്. ഇത് ആനീസ് കിച്ചണിലുള്ള 2 തലമുറ വെച്ചുള്ള സംസാരമാണ്. ആനി സംസാരിക്കുന്ന ഏറ്റവും പുതിയ ഒരു മനുഷ്യനോടാണ്. ആനിയുടെ കാലഘട്ടത്തിലും മമ്മൂട്ടി ഏറ്റവും ഗംഭീരമായിട്ടുള്ള വേഷങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആനി പറയുന്നത് അന്നേ അദ്ദേഹം അപ്ഡേറ്റ് ആണ്, ഇന്നും അദ്ദേഹം അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റ് ആണെന്നുള്ള സംഗതി മാത്രമേ കേൾക്കുന്നുള്ളൂ. ഏത് തരത്തിൽ അപ്ഡേറ്റ് ആണ്? ഞാൻ ഒരു തരത്തിൽ അപ്ഡേഷൻ കൂടി അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് അത് മനസ്സിലാവും. ബസൂക്ക എന്ന് പറഞ്ഞ അതിന്റെ കഥ പറയണമെന്ന് പറഞ്ഞ് കല്ലൂട്ടിൻസിന്റെ മകനാ. കഥ പറയണമെന്ന് പറഞ്ഞ് കുറെ നാളായിട്ട് പിന്നെ നടക്കും. ഞാൻ പറഞ്ഞ നിനക്ക് ഇവരെ പണിയൊന്നുമില്ല, അച്ഛൻ എഴുതി പറഞ്ഞ് നിനക്കൊക്കെ എന്താ ക്വാളിറ്റി, അല്ല എന്റെ ഒരു കഥ ഒന്ന് കേൾക്കണം. കഥ ഇങ്ങനെ കേട്ടു. കഥ ഓക്കെ ചെയ്യാം എന്നുള്ള ലൈനായി. പല പ്രൊഡ്യൂസർമാരുടെ അന്വേഷണം വന്നിട്ട് ഡയറക്ടർ ഇല്ല. ഇപ്പൊ ഈ കഥ കഥ പറഞ്ഞിട്ടുള്ള ഡയറക്ടർ ഇതിനൊക്കെ ഞാനവരോട് പറഞ്ഞ ഈ കഥ നിന്നോളം നന്നായിട്ട് ആർക്കും പറയാൻ പറ്റില്ല, നീ തന്നെ ഡയറക്റ്റ് ചെയ്യണം. അവനതിനെപ്പറ്റി ഒരു എക്സ്പീരിയൻസും ഇല്ല. ഇനി ബാക്കി നിങ്ങൾ കാണുമ്പോൾ തീരുമാനിച്ചാൽ മതി. പക്ഷെ അവന് ഓരോ ഫ്രെയിമും കാണപ്പെടണം. നമുക്ക് ഓരോ ഫ്രെയിമും കാണപ്പെടണം. ഓരോ സീനും ഓരോ ഷോട്ടും ഒക്കെ കൃത്യമാണ്. ബസൂക്ക എന്ന സിനിമയെ കുറിച്ചാണ്, അതിന്റെ സംവിധാനത്തെ കുറിച്ചാണ്, ഡെന്നിസിന്റെ മകനെ കുറിച്ച്, കല്ലൂർ ഡെന്നിസിന്റെ മകനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംവിധായകനാണ് അദ്ദേഹം. കഥയുമായിട്ടാണ് മമ്മൂട്ടി എടുത്തിരിക്കുന്നത്. മമ്മൂട്ടിയുടെ കഥ പറയട്ടെ ചോദിക്കുന്നു. മമ്മൂട്ടി പരമാവധി അവനെ ഒഴിവാക്കുന്നു. എടാ അച്ഛനെ പോലെ നിനക്കത് എഴുതാൻ പറ്റില്ല, നീ എന്തുമായിട്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ കഥ പറഞ്ഞതിന് ശേഷമാണ് മമ്മൂട്ടിക്ക് മനസ്സിലാവുന്നത് ഈ ചെറുപ്പക്കാരൻ തമാശയ്ക്ക് വന്നതല്ല, കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം വന്നതാണ്. അവന് ആ ഒരു ഫ്രെയിമുകളെല്ലാം കാണപ്പാടമാണ്. പിന്നെ എന്തിനു വേറെ സംവിധായകനെ തേടണം? ഒരുപക്ഷെ ഒരു പുതിയ ചെറുപ്പക്കാരന്, ഒരു പുതിയ മനുഷ്യന് ആ ഒരു സിനിമ ചെയ്യാൻ കഴിയുമെന്ന് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെ നോക്കുന്നു എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. കാരണം അവന് കഥ പറയുന്ന സമയത്ത് ഓരോ ഷോട്ടും കാണപ്പാടമായിട്ടുള്ള ആ ഒരു മനുഷ്യനെ അദ്ദേഹത്തിന് തന്നെ അത് സംവിധാനം ചെയ്യാൻ കഴിയുമെന്നുള്ള മമ്മൂട്ടിയുടെ ഒരു തോന്നലാണ് ഒരു മനുഷ്യൻ സംവിധായകനായിട്ടും തിരക്കഥാകൃത്തുമായിട്ടും ബ്ലസ്സിയെ പോലൊക്കെ മാറ്റി തീർക്കുന്നത്. ആ ഒരു തോന്നല് ഒരുപക്ഷെ ബസൂക്ക എന്ന് പറയുന്ന ഒരു അതിഗംഭീര സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതയും കൂടുതലാണ് കേട്ടോ. ഞാനിവിടെ പറഞ്ഞു വെച്ചത് തൊട്ടുമുമ്പത്തെ വീഡിയോ ആയിട്ട് ഈ വീഡിയോ കണക്ട് ചെയ്യാനാണ്. മമ്മൂട്ടി വളരെയധികം അപ്ഡേറ്റഡ് എന്നാണ് ആനി പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആ ഒരു അപ്ഡേഷൻ ഇതാണ്. ഓരോ സമയ കാലഘട്ടങ്ങളിലും തൻ്റെ മുമ്പിലേക്ക് എത്തുന്ന ഏതൊരു കഥാകാരനെയും അവന് സംവിധായകനാകാൻ കഴിയുമോ, അല്ലെങ്കിൽ വെറും എഴുത്തുകാരൻ മാത്രമായിട്ടിരിക്കാൻ കഴിയുന്ന ഒരാളാണോ എന്ന് പോലും ചിന്തിച്ചറിയാനുള്ള ഒരു കഴിവിനെയാണ് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആനി ഒരുപക്ഷെ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അതിനേക്കാൾ വലിയ അപ്ഡേഷൻസ് ഉണ്ട് ഡിവൈസസുകളിൽ, സിനിമയിലുള്ള ഓരോ സങ്കേതങ്ങളിൽ, അഭിനയ രീതികളിൽ മുഴുവൻ കൂടുതൽ അപ്ഡേറ്റഡ് ആവാൻ ശ്രമിക്കുന്നത്. ഈവൻ സ്റ്റൈലിഷ് പോലും, തൻ്റെ വസ്ത്ര രീതിയിൽ പോലും വ്യത്യസ്തനാവാൻ ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് മമ്മൂക്ക. എന്നാൽ ഇതേ സമയം തന്നെ ഇദ്ദേഹം സംവിധായകൻ എടുക്കുന്ന തരത്തിലാണോ ഇനി ഒരു അപ്ഡേഷൻ എന്നത് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആദ്യകാലങ്ങളിൽ മമ്മൂട്ടി സിനിമയിലേക്ക് എത്തുന്ന ആദ്യ സമയങ്ങളിൽ അദ്ദേഹത്തിന്റെ സംവിധായകന്മാരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രസകരമായിട്ടും അത്ഭുതമായിട്ടും തോന്നും. എന്തായാലും തുടക്ക കാലഘട്ടത്തിൽ KS സേതുമാധവന്റെ സിനിമയില് ഒരുപക്ഷെ ഒന്നുമല്ലാത്ത ഒരു വേഷം അഭിനയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം വരുന്നത്. പിന്നീട് തുടക്ക കാലഘട്ടത്തിൽ തന്നെ ആദ്യത്തെ ഒരു 5-6-7 സിനിമ എത്തുന്ന സമയത്ത് തന്നെ ഇദ്ദേഹത്തിനെ സംവിധാനം ചെയ്യാൻ എത്തുന്ന ആ സംവിധായകരുടെ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതപ്പെടും. അതിൽ ഒന്ന് IV ശശിയാണ്, ഒന്ന് ശ്രീകുമാരൻ തമ്പിയാണ്, പിന്നൊന്ന് KG ജോർജാണ്. ഇത്തരത്തിലുള്ള മഹാന്മാരായിട്ടുള്ള ഒപ്പം തന്നെ ഇദ്ദേഹം ഗുരുസ്ഥാനത്ത് നിർത്തുന്ന MT വാസുദേവൻ നായർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആദ്യ സിനിമയിൽ ദേവലോകം എന്ന് പറയുന്ന സിനിമയിലാണ് ഒരു നല്ല വേഷം മമ്മൂട്ടിക്ക് ചെയ്തത്. പക്ഷേ മമ്മൂട്ടി ചെയ്ത ആ ഒരു വേഷം
പുറത്തേക്ക് കാണാൻ വേണ്ടി നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല. കാരണം ആ സിനിമ അന്ന് റിലീസ് ആയിട്ടില്ല എന്നത്. പിന്നീട് വീണ്ടും തന്റെ സിനിമയിലേക്ക് തന്നെ ആ ഒരു ചെറുപ്പക്കാരനെ വിളിച്ച് വരുത്തി അഭിനയിപ്പിക്കുന്നത് അത് MT എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന്റെ ദീർഘദൃഷ്ടിയാണെന്ന് പറയാം. പക്ഷേ MT പറയുന്നത് എന്റെ ഒരു ദീർഘദൃഷ്ടി എന്ന രീതിയിൽ അതിനെ കാണേണ്ടതില്ല, ഞാൻ അല്ലെങ്കിൽ വേറെ തരത്തിൽ അധികം സിനിമയിലേക്ക് വരിക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞു തന്നത് അദ്ദേഹത്തിന്റെ സംവിധായകരെ കുറിച്ചിട്ടാണ്. IV ശശിയിലെ എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ 10ാമത്തെ സിനിമ എത്തുന്ന സമയത്ത് അഹിംസ എന്ന് പറയുന്ന സിനിമയിൽ IV ശശിയുടെ ഒപ്പം ഇദ്ദേഹം അഭിനയിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നീട് KG ജോർജും PG വിശ്വംഭരൻ അടക്കമുള്ള ഒരു വലിയ ഗംഭീര സംവിധായകരുടെ ഇടയിലേക്ക് ഇദ്ദേഹം. പിന്നീട് ചിരിയോ ചിരി എന്ന് പറയുന്ന സിനിമയില് ഇദ്ദേഹത്തിന്റെ ഒരു 32ാമത്തെ സിനിമയില് ബാലചന്ദ്ര മേനോന്റെ പടത്തിലേക്കും ഇദ്ദേഹം എത്തുന്നത്. ഇദ്ദേഹം എത്തുകയായിരുന്നു, അല്ലെങ്കിൽ ഇദ്ദേഹം പിന്നാലെ ചെന്നിട്ട് നിങ്ങളുടെ സിനിമയിൽ എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിക്കുകയായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. മിക്കവാറും അദ്ദേഹം ചോദിച്ചു വാങ്ങിച്ച് തന്നെ ആയിരിക്കണം. പുതിയ സംവിധായകരെ കണ്ടെത്തുക, ആ സംവിധായകരുടെ സിനിമയിലേക്ക് അഭിനയിക്കുക. പിന്നീട് അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. പിന്നീട് പണ്ടൊരിക്കല് അകറ്റി നിർത്തപ്പെട്ട ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സത്യൻ അന്തിക്കാട് എന്നായിരുന്നു. സത്യൻ അന്തിക്കാട് മമ്മൂട്ടിയാണ് അകറ്റി നിർത്തിയത്. മമ്മൂട്ടിയുടെ തള്ളൽ സഹിക്കാൻ വയ്യാതെ ഒരിക്കലും അങ്ങനെ അകറ്റി നിർത്തിയിട്ടുണ്ടെന്ന് ഞാൻ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ കേട്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ സിനിമയായിട്ടുള്ള കിന്നാരം എന്ന് പറയുന്ന സിനിമയിൽ പിന്നീട് 52ാമത്തെ സിനിമയാണ് കേട്ടോ മമ്മൂട്ടിയുടെ. ആ സിനിമയിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ സംവിധായകരെ പറയുന്നത് അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും ചില സംവിധായകരെ തെരഞ്ഞെടുക്കുന്നു, ആ സിനിമയിൽ അഭിനയിച്ച് അദ്ദേഹം നിലനിൽക്കാൻ ശ്രമിക്കുന്നതാണ്. സത്യൻ അന്തിക്കാടിനെ വിട്ടിട്ട് നമ്മൾ കുറച്ച് താഴത്തേക്ക് വന്നാൽ പിന്നീട് ജോഷി, അതിനു മുമ്പ് തന്നെ ജോഷിയുടെ സിനിമയിൽ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാൻ കഴിയുന്നത് ഒരു ഗംഭീര സംവിധായകനാണ്, അത് P പത്മരാജൻ എന്ന് പറയുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കൂടെവിടെ എന്ന് പറയുന്ന സിനിമയില്, ആ ഒരു സിനിമയിൽ ഇദ്ദേഹത്തിന്റെ 60ാമത്തെ സിനിമയാണ് കേട്ടോ മമ്മൂട്ടിയുടെ. ആ ഒരു സിനിമയിൽ പിന്നീട് മമ്മൂക്ക അഭിനയിക്കുന്നുണ്ട്. അതും കഴിഞ്ഞ് നമുക്ക് വീണ്ടും ഈ ഒരു അടുത്ത കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ KS സേതുമാധവന്റെ സിനിമയിൽ പിന്നീട് വീണ്ടും ഒരു നല്ല വേഷം ഇദ്ദേഹം വളരെ കാലത്തിന് ശേഷം ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നീട് കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും നല്ലൊരു സ്റ്റേജ് കിട്ടുന്ന രീതിയിലൊക്കെ സിനിമകൾ അഭിനയിക്കുന്ന കൊച്ചിൻ അനീഫയുടെയും പിന്നീട് ശ്രീകുമാരൻ തമ്പിയുടെയും ജോഷിയുടെയും നിറക്കൂട്ട് എന്ന് പറയുന്ന സിനിമകളൊക്കെയാണ്. അതിനിടയ്ക്ക് വീണ്ടും ഒരു ഗംഭീര സിനിമയിൽ ഇദ്ദേഹം അഭിനയിക്കുന്നത് അത് ബാലു മഹേന്ദ്ര എന്ന് പറയുന്ന മനുഷ്യൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിലാണ്. ഭരതന്റെ സിനിമയിൽ അഭിനയിക്കുന്നു, പിന്നീട് പ്രിയദർശന്റെ സിനിമയിൽ അഭിനയിക്കുന്നു, പിന്നീട് IV ശശിയുടെ സിനിമയിൽ വീണ്ടും ആവർത്തിച്ചിട്ടുള്ള ഒരുപാട് വേഷങ്ങളിലേക്ക് ഇദ്ദേഹം അഭിനയിച്ചു വരുന്നുണ്ട്. സത്യൻ അന്തിക്കാടിന്റെ സിനിമയിൽ വീണ്ടും നല്ല വേഷങ്ങളായിട്ട് ഇദ്ദേഹം തിരിച്ചു വരുന്നു. ഇങ്ങനെ മലയാളത്തില് ആ ഒരു കാലഘട്ടം മുതൽ ഇന്നേ കാലഘട്ടം വരെ വരുന്ന ഒരുപാട് ആളുകളുടെ, ഒരുപാട് ഏറ്റവും എണ്ണം പറഞ്ഞ സംവിധായകരുടെ ഓരോ സിനിമകളും തെരഞ്ഞുപിടിച്ച് അഭിനയിക്കാൻ ഒരു മടിയും കാണിച്ചിട്ടില്ല നമ്മുടെ മമ്മൂക്ക എന്ന് പറയുന്ന മനുഷ്യൻ. അതുകൂടി ഞാൻ പറയുന്നത്, അതുകൂടി ഇദ്ദേഹത്തിന്റെ അപ്ഡേഷനാണ് നമ്മൾ മനസ്സിലാക്കണം. തനിക്ക് ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ മാത്രം നിന്നാൽ പോരാ. തന്റെ മുമ്പിലുള്ള ഒരുപാട് സംവിധായകരെ കൂടെ ഒപ്പം കൂട്ടുകയും അവർക്ക് താനും അവര് തനിക്കും ഒരു തണലായിട്ട്, പരസ്പരം തണലായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് സിനിമാ ലോകത്ത് നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവായിരിക്കണം മമ്മൂട്ടിയെ കൊണ്ട് ഇത്രയധികം സംവിധായകരിലേക്ക് എത്തുന്നത്. നോക്കൂ, 328ാമത്തെ സിനിമ മമ്മൂട്ടിയുടെ ബ്ലസ്സിയുടെ പളുങ്ക് എന്ന് പറയുന്ന സിനിമയാണ്. ഞാൻ ഈ പളുങ്ക് എന്ന് പറയുന്ന സിനിമയ്ക്ക് മുമ്പ് തന്നെ ബ്ലസ്സിയോടൊപ്പം ഇദ്ദേഹം നമ്മുടെ സിനിമയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷാജി N കരുൺ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു രീതിയുണ്ട്. കുറെ തട്ടുപൊളിപ്പ് പടങ്ങൾ മാത്രം ചെയ്ത് സിനിമയിൽ നിൽക്കുക എന്നതല്ല, ഇടയ്ക്കൊക്കെ ഒരു അവാർഡ് വേണമല്ലോ, തന്റെ സിനിമയിലുള്ള തന്റെ അഭിനയത്തെ ഒന്ന് ഉരച്ചു വൃത്തിയാക്കണമല്ലോ എന്ന തോന്നലിന്റെ ഭാഗം കൂടി ഇദ്ദേഹത്തിന് ഉണ്ടെന്ന് മനസ്സിലാക്കണം. നോക്കൂ, ഇങ്ങനെ പറഞ്ഞു ഇദ്ദേഹത്തിന് 405ാമത്തെ സിനിമയിലേക്ക് എത്തുമ്പോൾ ഇദ്ദേഹം വൈശാഖ് എന്ന് പറയുന്ന മനുഷ്യന്റെ മധുരരാജ എന്ന് പറയുന്ന സിനിമ കൂടി ചെയ്തിട്ടുണ്ട്. ഞാൻ വൈശാഖിന്റെ സിനിമയെ പറ്റി പറയാൻ കാരണം അത് വെറും തട്ടുപൊളിപ്പം പടങ്ങളാണ്, ഒന്നും ഉണ്ടാവില്ല, വെറും തട്ടുപൊളിപ്പം പടങ്ങൾ മാത്രമായിരിക്കും. പക്ഷെ അത്തരം പടങ്ങളിൽ കൂടി അഭിനയിക്കാനുള്ള ഒരു ശ്രമം മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നടത്തുന്നു ഈ ഒരു ഏറ്റവും പുതിയ കാലഘട്ടത്തിലും എന്ന് പറയുന്ന സമയത്താണ് ഇദ്ദേഹത്തിന്റെ അപ്ഡേഷനെ പറ്റി നമ്മൾ വീണ്ടും ആലോചിക്കുന്നത്. അപ്ഡേഷൻ എന്ന് പറയുന്നത് ടെക്നിക്കലി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് അദ്ദേഹം വാങ്ങിച്ചു കൂട്ടുന്ന ക്യാമറയിലെ അപ്ഡേഷൻസോ അല്ലെങ്കിൽ തന്റെ ഡിവൈസസ് മൊബൈലിലെ അപ്ഡേഷൻസോ വസ്ത്രങ്ങളിലെ അപ്ഡേഷൻസോ മാത്രമല്ല, തന്റെ ചിന്തകളിൽ തന്റെ മുമ്പിലേക്ക് വരുന്ന കഥ പറയാൻ വരുന്ന ആളുകൾക്ക് എന്തൊക്കെ കഴിവുകൾ ഉണ്ടായിരിക്കാം എന്ന്
മനസ്സിലാക്കാൻ അദ്ദേഹം എടുക്കുന്ന ആ ഒരു അപ്ഡേഷൻസ് കൂടി അദ്ദേഹത്തിന്റെ ഒരു വലിയ അപ്ഡേഷനാണ്. കാരണം തൊട്ടു മുമ്പിൽ ഒന്ന് കഥ പറയുന്ന ചെറുപ്പക്കാരന് സംവിധാനം ചെയ്യാൻ കൂടി കഴിയും. കാരണം അവന് ഓരോ ഫ്രെയിമും തനിക്ക് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ അതേ ഫ്രെയിം എന്തുകൊണ്ട് അവന് ഒരു നല്ല ക്യാമറാമാനെ വെച്ച് എടുത്തുകൂടാ എന്ന് പറയുന്ന ഒരു തോട്ടിലേക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ എത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇത്ര കാലഘട്ടത്തിലെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതിന് നമുക്ക് ഒരു തരത്തിലും തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞ ഈ 452ാമത്തെ 22ാമത്തെ സിനിമകളൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നത് ഈ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ വ്യത്യസ്തരായിട്ടുള്ള ഓരോ സംവിധായകരെയും എഴുത്തുകാരെയും ഇദ്ദേഹം തേടിപ്പോവുകയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിലേക്ക് എത്തിപ്പെടുകയോ ചെയ്തിരുന്നു. ഇപ്പോഴും മലയാളത്തില് സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും, ഓരോ കഥാകാരനും, ഓരോ തിരക്കഥാകൃത്തും, ഓരോ ഫോട്ടോഗ്രാഫേഴ്സും അത് അവരൊക്കെ ആഗ്രഹിക്കുന്നത് മമ്മൂട്ടി ആയിരിക്കണം തങ്ങളുടെ ഫ്രെയിമിന് മുന്നിൽ എന്നുള്ളതാണ്. ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തെ കൊണ്ട് ഒരൊറ്റ സിനിമ കൊണ്ട് വിജയിക്കാൻ സാധിക്കും. കാരണം അങ്ങനത്തെ ഒരു ഔട്ട്പുട്ട് ആ ഒരു മനുഷ്യൻ തങ്ങളുടെ സിനിമയിൽ ചെയ്തു തരും എന്നുള്ള ഒരു ഉത്തമ ബോധ്യം കൊണ്ടുവേണം. എന്തായാലും ആ ഒരു ബോധ്യത്തെ കൂടി നമുക്ക് നമ്മുടെ അപ്ഡേഷൻ ആയിട്ട് എടുക്കാമെന്ന് തോന്നുന്നു. ബൈ.